ടെക്നിക്കൽ അനാലിസിസ് സീരീസ് പാഠം 12. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഇയാൾ ഈ കണ്ട സ്ട്രാറ്റജി ഒക്കെ പഠിപ്പിച്ചെന്താ വല്ല കാശിക്ക് തീർത്ഥാടനത്തിനുമാകുന്നു. അല്ല, ഓപ്ഷൻ സീരീസിലൊക്കെ ഒത്തിരി വീഡിയോസ് കവർ ചെയ്യാനുണ്ട്. ആൻഡ് അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു 10ാമത്തെ ചാപ്റ്റർ, ടെക്നിക്കൽ അനാലിസിന്റെ 10ാമത്തെ ചാപ്റ്റർ കുറച്ച് നാൾക്ക് ശേഷം പൊടി തട്ടി എടുത്തപ്പോൾ ഒരു 3 സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി വന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു വരുമ്പം അതിന്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളതുകൊണ്ട് ലെങ്ത് ആയി പോയതുകൊണ്ട് നമ്മൾ 3 പാർട്ടാക്കി തിരിച്ചാണ്. സോ അതിൽ ഫസ്റ്റ് ഓപ്പൺ ഹൈ ഓപ്പൺ ലോ സ്ട്രാറ്റജി, അതായത് ഓയിൽ സ്ട്രാറ്റജി പരാജയപ്പെടുന്നിടത്ത് എളുപ്പം എടുക്കാൻ പറ്റുന്ന ഏർലി മോർണിംഗ് ഒരു 3 അടിപൊളി സ്ട്രാറ്റജികളായിട്ടാണ് നമ്മൾ വന്നത്. അതിൽ 2 കഴിഞ്ഞു. കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും കണ്ടിട്ട് വരാൻ അടിപൊളി സ്ട്രാറ്റജികളാണ്. നമ്മുടെ ഈ സീരീസ് മൊത്തം ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ആ സീരീസ് 1 to 12 വരെ കാണാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 3 വീഡിയോയെങ്കിലും കാണാൻ ശ്രമിക്കുക. നല്ല സ്ട്രാറ്റജികളാണ്. അത് മാത്രമല്ല വളരെ സിമ്പിൾ സ്ട്രാറ്റജികളാണ്, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ള സ്ട്രാറ്റജികളാണ്. സോ ആ പറഞ്ഞ സ്ട്രാറ്റജിയിലെ ഏറ്റവും അവസാനത്തെ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞത് ഓയിൽ ഓപ്പൺ ഹൈ ഓപ്പൺ ലോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ട്രാറ്റജി പരിചയപ്പെടുത്തിയായിരുന്നു കുറേ മാസങ്ങൾക്ക് മുമ്പ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഓപ്ഷനിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സ്റ്റോക്കിലും ഒക്കെ നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഓപ്പൺ ഹൈ ഓപ്പൺ ലോ സ്ട്രാറ്റജി. ബട്ട് സംടൈംസ് കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ഓപ്പൺ ഹൈ ഓപ്പൺ ലോ സ്ട്രാറ്റജി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സ്റ്റോപ്പ് ലോസുകളുടെ എണ്ണം കൂടി വന്നപ്പോഴാണ് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ചിന്തിച്ചത്. ഇത് സ്റ്റോപ്പ് ലോസ് കിട്ടി കഴിഞ്ഞാൽ ക്വിക്ലി ആ ഉണ്ടാക്കിയ ലോസിനെ റിക്കവർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള 3 സ്ട്രാറ്റജി പറഞ്ഞത്. സോ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് 2 സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്ലാൻ ബി ആൻഡ് പ്ലാൻ സി പറഞ്ഞു. ഇന്ന് പറയാൻ പോകുന്നത് പ്ലാൻ ഡി. എന്താണ് പ്ലാൻ ഡി? പ്ലാൻ എ പരാജയപ്പെട്ടാൽ നമുക്ക് പ്ലാൻ ബിയോ പ്ലാൻ സിയോ പ്ലാൻ ഡിയോ സ്ട്രാറ്റജി എടുക്കാം എന്നാണ് പറഞ്ഞത്. സോ നമ്മുടെ 3ാമത്തെ സ്ട്രാറ്റജി, ഇന്ന് പറയാൻ പോകുന്ന സ്ട്രാറ്റജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് വലിയ ടെക്നിക്കൽ അനാലിസിസോ സപ്പോർട്ട് റെസിസ്റ്റൻസോ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി അങ്ങനെയുള്ള കഥകളൊന്നുമില്ല. ഇതിന് ശരിക്കും ഒരു സ്ട്രാറ്റജി ഇല്ല. നമ്മൾ ജസ്റ്റ് പ്രൈസിൽ മാത്രം നോക്കി ട്രേഡ് എടുക്കുന്ന സ്ട്രാറ്റജിയാണ്. ഓപ്ഷന്റെ കേസ് പറഞ്ഞാൽ പ്രീമിയം മാത്രം. നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ കേസ് പറഞ്ഞാൽ നിഫ്റ്റിയുടെ 17,000 കോൾ ഓപ്ഷൻ, 18,000 കോൾ ഓപ്ഷൻ, ഈ ഓപ്ഷനുകളുടെ പ്രീമിയം മാത്രം നോക്കി ട്രേഡ് എടുക്കാം. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു ബ്ലൈൻഡ് ട്രേഡിംഗ്. ഒരു അനാലിസിസും ഇല്ല, ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പ്രൈസ് ആക്ഷനോ ഒരു ഇൻഡിക്കേറ്ററും ഇല്ലാതെ ബ്ലൈൻഡ് ഒരു കണ്ണുമുട്ടിന് വരെ ട്രേഡ് എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ശരിക്കും ഇങ്ങനത്തെ സ്ട്രാറ്റജി നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ മടിയന്മാരായി പോകും. ബട്ട് കുഴപ്പമില്ല, ഓഫീസിൽ പോകുന്ന അല്ലെങ്കിൽ തിരക്കെട്ട് ജോലികളിൽ നിൽക്കുന്ന, ഞാൻ ഈ പറയുന്ന അനലിസിസ് ഒന്നും ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത ആൾക്കാരുണ്ട് ഒരു പരിധി വരെ. പലരും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു ടിപ്പ് കിട്ടാനും അല്ലെങ്കിൽ എളുപ്പത്തിൽ അവരുടെ മുമ്പിലേക്ക് ഏത് മേടിക്കണം ഏത് വിൽക്കണം എന്ന് കിട്ടാൻ വേണ്ടിയാണ് പലരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്നത്. സോ പലരുടെയും പ്രശ്നമാണ് പണിയെടുക്കാൻ താല്പര്യമില്ല. ബേസിക്കലി മലയാളികളുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് പണിയെടുക്കേണ്ട എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ. ജോലി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് കിട്ടിയെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. ഒരു ജോലി എടുക്കണ്ട, വെറുതെ പ്രൈസ് നോക്കി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം, ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം. ലാഭം മാത്രമല്ല കേട്ടോ, നഷ്ടവും ബുക്ക് ചെയ്യണം, എന്നാലേ കൃത്യമായിട്ട് ട്രേഡർ ആവുള്ളൂ. ഈ സ്ട്രാറ്റജിക്കും ചെറിയ രീതിയിലൊക്കെ നഷ്ടങ്ങൾ വരാം. പറഞ്ഞതുപോലെ ചെറിയ രീതിയിലൊക്കെ നഷ്ടങ്ങൾ വരാം. അധികം വലിച്ചു കിട്ടുന്നില്ല. സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് മിഥുൻ. എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം. എല്ലാ മലയാളികളും സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും കൈയടത്തുന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തു. ഈ വീഡിയോസ് കണ്ട് ഒത്തിരി മലയാളികൾ ബേസിക് കാര്യങ്ങൾ അറിയില്ലാത്തവർ, പല ഏജിലുള്ളവർ നമ്മുടെ ഒപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു. സിറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ, ആലിസ് ബ്ലൂ, ഫയേഴ്സ്, ഈ പറയുന്ന എല്ലാ, ഇപ്പൊ ഗ്രോയും നമ്മുടെ അടുത്ത് എടുക്കാൻ പോകുന്നു. ഈ പറയുന്ന എല്ലാ ഡിസ്കൗണ്ട് ബ്രോക്കർമാരായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഇവരിൽ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഫ്രീ ലൈഫ് ടൈം ഗ്രൂപ്പാണ്. ജസ്റ്റ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നോ നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചാൽ അവർ ഗൈഡ് ചെയ്ത് തരും. ഈ പറയുന്ന സ്ട്രാറ്റജികളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാം. ഇൻട്രോ വലിച്ചു വിടുന്നില്ല, ക്വിക്ലി കാര്യത്തിലേക്ക് പോകാം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്യൂച്ചർ ഓപ്ഷൻസിൽ എടുക്കാൻ പറ്റിയ ഒരു ബ്ലൈൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വലിയ സ്കില്ല് വേണ്ട. ആ ബ്ലൈൻഡ് എന്ന് വിളിക്കാൻ തന്നെ കാരണമാണ്, ഇവൻ നിങ്ങളൊരു കണ്ണുപൊട്ടനാണെങ്കിലും ഓർഡേഴ്സ് ഒക്കെ കണ്ണടച്ച് പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന അത്ര സിമ്പിളായ സ്ട്രാറ്റജിയാണ്. ഒരു ടെക്നിക്കൽ അനാലിസിസ് ഇല്ല, ഒരു ഇൻഡിക്കേറ്റർ ഇല്ല, ഒന്നുമില്ല. ബ്ലൈൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആർക്കും എപ്പോഴും എവിടെ വെച്ചും ട്രൈ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അധികം വലിച്ചു കിട്ടുന്നില്ല. ഈ വീഡിയോ എങ്കിലും ഷോർട്ട് ആയിട്ട് അവസാനിപ്പിക്കുന്നത് ക്വിക്ലി നമുക്ക് സ്ട്രാറ്റജി പഠിക്കാൻ വേണ്ടി സ്ക്രീനിലേക്ക് പോകാം. എന്തായാലും സ്ക്രീനിലേക്ക് വന്ന സ്ഥിതിക്ക് സ്ട്രാറ്റജി പഠിക്കുന്നതിന് മുമ്പ് ഇന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു നോക്കാം. ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് മെയ് മാസം 20-ാം തീയതി ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ചയാണ്. തീർന്നു, അടുത്ത ദിവസം ഹോളിഡേ വരാണ്. ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ക്വിക്ലി ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിയേ, ഇന്നൊരു ക്ലിയർ അപ് ട്രെൻഡ് ആണ്. മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല അല്ലെ, വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ക്ലോസ് ആയിട്ടില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ട്രേഡ് ഏതാണ്? ഓയിൽ സ്ട്രാറ്റജി. ഇപ്പൊ ഈ സ്ട്രാറ്റജിയും പരിചയപ്പെടുത്താൻ കാരണം അത് പരാജയപ്പെട്ടാൽ, ഇഫ് ഓയിൽ തോറ്റാൽ പ്ലാൻ ബി ആയിട്ടാണ്. ഇവിടെ ഓയിൽ തോറ്റില്ല. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ക്ലിയർ ട്രേഡ്. ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുന്നു, ട്രേഡ് എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് ഇഷ്ടമുള്ളത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. എത്രയാണ് പോയിട്ടുള്ളത് ഓയിച്ചോലിൽ ഇന്ന് ബുക്ക് ചെയ്തത് ഏകദേശം 270 പോയിന്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ബുക്ക് ചെയ്തത്. നിഫ്റ്റിയുടെ കേസ് നോക്കണോ? നിഫ്റ്റിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റിയും ഏകദേശം ഇതുപോലെ തന്നെ അടിപൊളി ഓയിച്ചോയിൽ സ്ട്രാറ്റജിയാണ് നിഫ്റ്റിയിലും.
നിഫ്റ്റി ഓപ്പൺ ചെയ്തു, നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതും ഇമ്പോർട്ടന്റ്. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി ആണെങ്കിലും ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, 200 പോയിന്റിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ തന്നെ ഇത് മനസ്സിലായി ഒരു അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലായി. അപ് ട്രെൻഡിൽ ഫസ്റ്റ് 5 മിനിറ്റ് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കി. എപ്പോ അത് അതിന്റെ ഫസ്റ്റ് 5 മിനിറ്റിലാക്കി ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ 5 മിനിറ്റുകളാട്ടോ, 1 മിനിറ്റ് ഉണ്ടാക്കി ബ്രേക്കിനെ നമ്മൾ ട്രേഡ് എടുത്തു. ഇന്ന് 2 ഓയിച്ചോൾ ട്രേഡ് എടുത്തു ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റി എനിക്ക് മിസ്സായി പോയി. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ 2 ഓയിച്ചോൾ എടുത്തു. 1 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് കൊടുത്തു, 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് കൊടുത്തു. കാണിച്ചു തരണോ? അത് ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ദെൻ എടുത്തു, ചെറിയൊരു സ്റ്റോപ്പ് ലോസ്. അതിന് അഗേൻസ്റ്റ് എത്ര ടാർഗറ്റ്? നിഫ്റ്റി 100 പോയിന്റ് ആണ് ബുക്ക് ചെയ്തത്, മിസ്സായി പോയി. പക്ഷെ പ്രശ്നമില്ല, ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ കോമ്പൻസേറ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 5 മിനിറ്റ് ആണ്. നമ്മൾ 1 മിനിറ്റ് ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കിയ ക്യാൻഡിലും തന്നെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ഓയിച്ചോയിൽ സ്ട്രാറ്റജി എൻ്റർ ചെയ്തത്. ഒരു ക്ലിയർ ടാർഗറ്റ് കിട്ടി. ഇവിടുന്ന് എത്ര വരെ കിട്ടി? യെസ്, ഇവിടുന്ന് പോയിട്ട് നമുക്ക് ഒരു 150 പോയിന്റോളം, ഞങ്ങളൊരു 100 പോയിന്റ് ആണ് ഒരു ലോട്ടിൽ ടാർഗറ്റ് എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രേഡിലേക്ക് സ്വിച്ച് ചെയ്യാറുണ്ട്. അതും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ലാഭം ബുക്ക് കേട്ടോ, ഇങ്ങനെ ബുക്ക് ചെയ്തു. വീണ്ടും ഒരു മേജർ ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നപ്പോൾ 5 മിനിറ്റ്, പിന്നെ സെക്കൻഡ് 5 മിനിറ്റ് ക്യാൻഡിൽ, അത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു ക്ലിയർ ട്രെൻഡ്. അത് എത്ര പോയിന്റ് ബുക്ക് ചെയ്തു? അതും ഓൾമോസ്റ്റ് ഒരു 200, അല്ലെങ്കിൽ ഏത് ബ്രേക്ക് ഔട്ടിൽ വെച്ചെടുത്താലും അതും 200 പോയിന്റ്. അങ്ങനെ 2 ട്രേഡ് ഫസ്റ്റ് നിസാര മിനിറ്റിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തു. നല്ല അടിപൊളി പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്തു. ഈ 2 ട്രേഡാണ് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം 3 സ്റ്റോക്ക് ഓപ്ഷൻ എടുത്തു. അതും OHOയിലായിരുന്നു. പറയാതെ നിർത്തിയില്ല. ഇന്ന് OHOL ഡേ ആയിരുന്നു, ഓപ്പൺ ഹൈ ഓപ്പൺ ലോ ഡേ. 5 ട്രേഡുകളാണ് ഞങ്ങൾ ആ സ്ട്രാറ്റജിയിൽ എടുത്തത്. 5 ട്രേഡ്. എനിക്ക് ഇന്ന് സ്ട്രാറ്റജി പറയാനും വന്നത്. പക്ഷെ ഇതൊക്കെ പറയാണ്ട് മുന്നോട്ട് പോയി ആരെങ്കിലൊക്കെ വേണ്ട നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് പല കമന്റും താഴെ വരുന്നതാ, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഇൻസ്പിറേഷൻ ഉണ്ട്, മോട്ടിവേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി കമന്റുകൾ കാണാറുണ്ട്. എല്ലാം ഞാൻ വായിക്കാറുണ്ട്. വളരെ സന്തോഷം. വീണ്ടും വീണ്ടും ഇതുപോലത്തെ എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു എന്താ പറയാ, ഈ കമന്റുകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ കിട്ടില്ല. ഓക്കെ, വലിച്ചു കിട്ടുന്നില്ല. വീണ്ടും ഒത്തിരി കാര്യങ്ങളിലേക്ക് പോയി എന്ന് എനിക്കറിയാം. കൃത്യമായി നമ്മൾ സ്ട്രാറ്റജിയിലേക്ക് വരാം. എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സ്ട്രാറ്റജി? ഈ സ്ട്രാറ്റജിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ബ്ലൈൻഡ് ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. ബ്ലൈൻഡ് ഓപ്ഷൻ സ്ട്രാറ്റജി, ഇതാണ് ഈ സ്ട്രാറ്റജി ഞാൻ പേരിട്ട് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അർത്ഥമൊന്നുമില്ല ബ്ലൈൻഡ് എന്ന് വിളിക്കാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ അനാലിസിസോ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസോ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാതെ ബ്ലൈൻഡായി ജസ്റ്റ് പ്രീമിയം, നമ്മൾ എടുക്കാൻ പോകുന്ന സ്ട്രൈക്കുകളുടെ പ്രീമിയം മാത്രം നോക്കി ട്രേഡ് എടുക്കുന്നതുകൊണ്ടാണ് ബ്ലൈൻഡ് എന്ന് വിളിക്കുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്റ്റെപ്പ് 1, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 മുമ്പ്, രാവിലെ ഒരു 9:30 മുമ്പ് 150-നും ഒരു 160, 170, 160 അല്ലെങ്കിൽ 170, 150-നും 170 റുപ്പീസ് പ്രീമിയം ഉള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഇതെല്ലാം ടൈപ്പ് ചെയ്യാൻ നിൽക്കില്ല. സംഭവം പറഞ്ഞതുകൾ എന്താണ് പറഞ്ഞത്? രാവിലെ 9:30 മുമ്പ് ഒരു 9:25-നോ 9:30 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9:25 എടുത്തോളൂ. 9:25 AM എന്ത് ചെയ്യണം? ഒരു 150, 170 റുപ്പീസ് പ്രീമിയം ഉള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. കാരണം എക്സ്പയറി ഇതൊന്നും പ്രത്യേകം സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി ബേസിക് കാര്യങ്ങൾ അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് വേണം? ആദ്യം അത് കണ്ടിട്ട് വരണം. നമ്മളൊരു അടിപൊളി ഓപ്ഷൻ സീരീസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിലും സീരീസിന്റെ ലിങ്ക് കൊടുക്കാം. മസ്റ്റ് ആയിട്ടും കണ്ടിട്ട് വരാം. ഓപ്ഷനെ പറ്റി ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ ഓപ്ഷൻ ട്രേഡിംഗ് അറിയാവുന്നവർക്ക് അറിയാം. കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഈ രണ്ടിന്റെയും പ്രീമിയം എത്രയായിരിക്കണം? 150, 170 ഇടയ്ക്ക്. കൃത്യം അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. സോ ഇൻ റിയൽ ട്രേഡിംഗ് നിങ്ങൾ രാവിലെ വന്നിട്ട് എന്ത് ചെയ്യണം? ഒരു 9:20 ആകുമ്പോൾ ആദ്യം തന്നെ പോയി ഓപ്ഷൻ ചെയിൻ എടുക്കുക. ഈ പ്രീമിയം അവിടെ നിന്ന് കിട്ടും ഓപ്ഷൻ ചെയിൻ നിഫ്റ്റിയുടെ. അത് പറഞ്ഞില്ല, ഈ സ്ട്രാറ്റജി നിഫ്റ്റിയിലാണ് കേട്ടോ, ബാങ്ക് നിഫ്റ്റി അല്ല, നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിലും ചെയ്യാം. പക്ഷെ ഞാൻ ഈ പ്രീമിയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ കാൽക്കുലേഷൻ ഒന്നും കറക്റ്റ് ആയിട്ടില്ല, സമയം കിട്ടിയില്ല. തൽക്കാലം നിഫ്റ്റിയിലാണ് ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റി ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ സ്ട്രാറ്റജി നിഫ്റ്റിയിലാണ്. ഞാൻ പറഞ്ഞത് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുക്കുക. ഇതിന് ഓപ്ഷൻ ചെയിൻ എടുക്കണേ എവിടെയാണ്? 150, 170 പ്രീമിയം ഏതൊക്കെയാന്ന് കിട്ടണ്ടേ? നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. NSEയുടെ സൈറ്റ് പോയിട്ട് എടുക്കാം, അല്ല സെറോദ അപ്സ്റ്റോക്സ് ഒക്കെ അങ്ങനെയുണ്ട്. അവിടെ നമ്മൾ പോകുന്നു, താഴെ ഓപ്ഷൻ ചെയിൻ ഉണ്ട്. ഈ ഓപ്ഷൻ ചെയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ വരും. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും 150 രൂപ വിലയുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ കോൾ ഓപ്ഷൻ 150, 170 വരുന്നത് പറഞ്ഞാൽ 16,250 കോൾ ഓപ്ഷൻ 174 രൂപ ഫൈൻ. 16,200 പുട്ട് ഓപ്ഷൻ 153 രൂപ, അതും ഫൈൻ. അല്ലെങ്കിൽ 250 തന്നെ എടുത്താലും മതി. രണ്ടിനും ഏകദേശം ഒരേ പ്രീമിയാണ്. 16,250 കോളും പുട്ടും 175 രൂപ വെച്ചാണ്. അത് എടുക്കണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. സോ ഇത് രണ്ടും ആഡ് ചെയ്യാം. ഏതൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയിൻ വാച്ച് ലിസ്റ്റ് എടുക്കാം. പ്ലെയിൻ വാച്ച് ലിസ്റ്റിൽ പോകുന്നു. നിഫ്റ്റിയുടെ 16,250 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു. അതിനിപ്പോൾ 172 രൂപ. പിന്നെ എന്ത് വേണം? 16,300 പുട്ട് ഓപ്ഷൻ. 16,300 പുട്ട് ഓപ്ഷൻ അതും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു. അതിന് 193 രൂപ. ചെറിയ പ്രീമിയം വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ മാറ്റാം. 16,300 പോരാ, 16,200 നോക്കിയാലോ. 16,200 പുട്ട് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 153. യെസ്, അത് കറക്റ്റാണ്. 16,200 പുട്ട് ഓപ്ഷൻ 300 ഡിലീറ്റ് ചെയ്തറിയാം. ഓക്കെ, സോ ഇത് രണ്ടും ആഡ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എത്ര മണിക്ക്? 9:25 ആകുമ്പോഴേക്കും. 9:30 തൊട്ട് മുമ്പ് ഒരു 9:25-നും 9:30-നും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് പൈസ കിട്ടും.
സോ 9:30 മുമ്പ് വന്ന് 150-നും 170-നും ഇടയിലുള്ള പ്രീമിയം ഉള്ള സെയിം സ്ട്രൈക്ക് കിട്ടും. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് മെയ് മാസത്തെ എക്സ്പയറി ആണ്. ബിക്കോസ് ഇത് മന്ത്ലി വീക്കിലി എക്സ്പയറി ഒന്നാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് പറഞ്ഞില്ലേ, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 20-ാം തീയതിയാണ്. ഇനിയും വരാൻ പോകുന്ന വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ മന്ത്ലിയും വീക്കിലിയുടെ എക്സ്പയറി ആണ്. അതും നമ്മുടെ ഗ്രൂപ്പിൽ പലരും ചോദിച്ചിട്ടുണ്ടാവും. എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച ആകുമ്പോൾ ബിഗിനേഴ്സ് ഒന്നും ചോദിക്കും, സാറേ ഈ വീക്കിലി എക്സ്പയറി കിട്ടുന്നില്ല. ഇപ്പൊ ഈ വരാൻ പോകുന്ന വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ 26 മെയ് ആണ്. പലരും ചോദിക്കും 26 മെയ് കിട്ടുള്ള എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ആദ്യം പോയി ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് പോവാ. ഇതൊന്നും അറിയില്ലാണ്ട് ഒന്ന് ഓപ്ഷൻ ചെയ്യാൻ കുറെ കാശ് കൊണ്ടുവന്നിരിക്കും. ഞാൻ ചീത്ത പറയുമെങ്കിലും തമാശയ്ക്ക് പറഞ്ഞല്ല, ഒരു ഓപ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് അറിയാൻ വേണ്ടി നമ്മുടെ സീരീസ് കാണാം. സോ എക്സ്പയറി എന്ന് പറഞ്ഞാൽ 2 തരം എക്സ്പയറി ഉണ്ട്, വീക്കിലിയും മന്ത്ലിയും. അതിൽ മാസം അവസാനത്തെ എക്സ്പയറി വീക്കിലി എക്സ്പയറി സെയിം ആയതുകൊണ്ട് അത്തരം കേസുകളിൽ ആ മെയ് എന്ന് പറഞ്ഞ എക്സ്പയറി എടുക്കണേ. അല്ലാത്ത കേസുകളിൽ ഡേറ്റ് വെച്ച്, സെറോദയിലാണെങ്കിൽ ഡേറ്റ് വെച്ച് ചോദിക്കും. ഇത് സെറോദയിലെ ഇഷ്യൂ ഉള്ളൂ. അപ്സ്റ്റോക്സ് ഏഞ്ചലിലൊക്കെ ഫുൾ ഡേറ്റ് ഇട്ട് കാണിക്കും. പക്ഷെ സെറോദയിൽ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് ആ മാസത്തിന്റെ പേര് മാത്രമേ കാണിക്കുള്ളൂ. സോ വീണ്ടും വലിച്ചു വിടുന്ന കാര്യത്തിലേക്ക് പോകും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന 170 രൂപയിൽ നിന്ന് ഏതാണ് ഒരു 10 രൂപ മുന്നോട്ട് പോകുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 180. ഒരു ബഫർ കിട്ടുള്ളൂ. 180 ടു 185, 185, 185 എടുത്തോ. 185-ന് മുകളിലേക്ക് പോകുന്നത് ആ സാധനം ബൈ ചെയ്യാം. അതായത് കോളാണോ പുട്ടാണോ ആദ്യം 185-ന് മുകളിൽ പോകുന്നത് ആ സാധനം ഇമ്മീഡിയറ്റ്ലി ബൈ ചെയ്യാം. ക്വാണ്ടിറ്റിക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ പോലെ സെലക്ട് ചെയ്യാം. ആസ് ലൈക്ക് നമുക്ക് ലാസ്റ്റ് പോകുമ്പോൾ ലൈവായിട്ട് എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ എത്രയെന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. എന്താ പറഞ്ഞത്, ഏതാണോ നമ്മൾ കോളും പുട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തത്, ഏതാണോ ഫസ്റ്റ് 170-ന് 10-15 പോയിന്റ് ഒരു 185-ന് മുകളിൽ പോകുന്നത് ഇമ്മീഡിയറ്റ്ലി ആ സാധനം മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം. എപ്പോ, ആഫ്റ്റർ 9:30, 9:30-ന് ശേഷം കേട്ടോ. ക്ലിയർ, 9:30-ന് ശേഷം മാത്രം ബൈ ചെയ്യാം. സോ 9:30-ക്ക് ശേഷം മാത്രമാണ് സ്ട്രാറ്റജിയിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ്. 9:30, 9:35, ചിലപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ഒരു 9:40, 10 o'clock ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യണത്. അതുവരെ നോക്കിയിരിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വേറെ ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ട, ജസ്റ്റ് ഈ വാച്ച് ലിസ്റ്റിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. അങ്ങനെ നോക്കിയിരുന്നത് ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 16,250 കോൾ ഓപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഇത് 178, 180, 185 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വേണോ ഇമ്മീഡിയറ്റ്ലി ആ സാധനം ബൈ ചെയ്യുക. ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി രണ്ടും ഏകദേശം സെയിം ക്വാണ്ടിറ്റി ആണ് ഇരിക്കേണ്ടത്. ഇപ്പൊ 100 എണ്ണാണെങ്കിൽ 100 എണ്ണം, ആ 100 എണ്ണം ജസ്റ്റ് അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിന് ബൈ ചെയ്യുന്നു, ഒന്നും വേറെ ചെയ്യുന്നില്ല. ഓക്കെ, അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ മൂന്നാമത് ചെയ്യേണ്ട എന്താണ്, അടുത്ത ലെഗ്. ഏതാണോ 150-ന്ന്, 150 ആണല്ലോ ഏറ്റവും ലോ പറഞ്ഞത്, 150-ന്ന് 10 രൂപ താഴേക്ക് പോകുന്നത് എത്രയാണ്, അപ്പോ 140. ഇതിനൊരു ബഫർ വെക്കേട്ടോ, ഒരു 135, 140-നും 135-ലേക്ക് താഴേക്ക് വരുന്നത് അത് സെല്ല് ചെയ്യാം. എത്ര മണിക്ക് ശേഷം, അതും ഈ പറയുന്ന 9:30-ന് ശേഷം. 9:30-ന് ശേഷം സെല്ല് ചെയ്യാം. സിമ്പിൾ സ്ട്രാറ്റജി കഴിഞ്ഞു. സംഭവം സിമ്പിൾ. ഒന്നുകൂടി പറഞ്ഞു തരണോ, 3 കാര്യം ചെയ്തോളൂ. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഫസ്റ്റ് ചെയ്തത് 9:30-ക്ക് തൊട്ട് മുമ്പ് വന്നിട്ട് 150-നും 170-നും ഇടയിൽ പ്രീമിയം വരുന്ന കോളും പുട്ടും. അത് എന്തിനാ അങ്ങനെ ബഫർ ഇട്ടെന്ന് വെച്ചാൽ ഒരിക്കലും കൃത്യം 150 രൂപയ്ക്ക് ഒരിക്കലും കിട്ടില്ല. മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു ബഫർ ഇട്ടത് 150-നും 170-നും ഇടയിൽ പ്രീമിയം ഉള്ള ഏത്, നിഫ്റ്റി. ഇത് നിഫ്റ്റിയിലാണ്, ബാങ്ക് നിഫ്റ്റി എടുത്തുള്ളതെന്നും പറഞ്ഞു. നിഫ്റ്റിയുടെ 150, 170-ൽ പ്രീമിയം വരുന്ന നെക്സ്റ്റ് എക്സ്പയറി, ഏറ്റവും തൊട്ടടുത്ത എക്സ്പയറി ഏതാണോ ആ എക്സ്പയറിയുടെ സ്ട്രൈക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു. സെക്കൻഡ് തിങ്, ഇതിൽ ഏതാണോ ആദ്യം 180-ന് മുകളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ 185-ന് മുകളിലേക്ക് പോകുന്നത് ആ സാധനം ബൈ ചെയ്യുന്നു 9:30-ക്ക് ശേഷം കേട്ടോ. ഓൺലി ആഫ്റ്റർ 9:30. ഒരു പോയിന്റ് പോലും താഴേക്ക് വേണ്ട. 9:30-ക്ക് ശേഷം ഏത് 180, 185-ന് മുകളിൽ പോകുന്നോ ഇമ്മീഡിയറ്റ്ലി ബൈ ചെയ്യാം. ദെൻ തേർഡ് ചെയ്യേണ്ടത് ഏതാണോ 140, 135, 135 ഇട്ടുള്ളൂ, 135-ന് താഴെ പോകുന്നത് അത് സെല്ല് ചെയ്യാം. ഓഫ് കോഴ്സ് ഒരു 80-90% കേസിലും ഇത് രണ്ടും ഓരോന്നായിരിക്കും. കോൾ ഓപ്ഷനാണ് മുകളിൽ പോയെങ്കിൽ പുട്ട് ഓപ്ഷൻ ആയിരിക്കും താഴെ പോണത്. കോമൺ സെൻസ് അറിയാലോ അല്ലെ. സോ ഇവിടുത്തെ കേസിൽ മുകളിലേക്കാണ് മാർക്കറ്റ് പോയിരിക്കുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ മുകളിൽ പോകും. അപ്പോൾ ആ പറഞ്ഞ കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യും, പുട്ട് ഓപ്ഷൻ താഴെ പോകും, ആ പറഞ്ഞ പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യും. സോ ഇതൊരു ബൈയിങ്ങും സെല്ലിങ്ങും ക്ലബ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇത് ചെയ്യാൻ ഏകദേശം 1 lakh-ഓളം ക്യാപിറ്റലും വേണം. അതും പറഞ്ഞോട്ടെ, 10,000-20,000 രൂപയുള്ളവന് ഈ സ്ട്രാറ്റജി അധികം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ബൈയിങ്ങും സെല്ലിങ്ങും ഉള്ളതുകൊണ്ട് സെല്ലിങ്ങിന് കുറച്ച് മാർജിൻ കൂടുതൽ വേണം. ബൈ ചെയ്യാൻ 10,000 സംതിങ് മതി. സെല്ല് ചെയ്യണമെങ്കിൽ 80,000-9,000 വേണം. ആവറേജ് 1 to 1.25, 1,25,000 രൂപ ഉണ്ടെങ്കിലാണ് ഒരു ലോട്ട് ഈ രണ്ടും കൂടി ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്യാപിറ്റൽ ഉള്ളവർ മാത്രം ട്രൈ ചെയ്യുക. ബട്ട് ഞാൻ എപ്പോഴും പറയുന്നത് 1 ലക്ഷത്തിൽ താഴെ ക്യാപിറ്റൽ ഉള്ളവരൊന്നും ഓപ്ഷനിലേക്ക് കടക്കാൻ വരരുത്. അവർക്ക് ബൈയിങ് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ബൈയിങ് മാത്രം ചെയ്യുന്നവൻ ഒരു ഓപ്ഷൻ ട്രേഡർ അല്ല. ഓപ്ഷൻ പേര് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റണം. സോ അവന് അതിൻ്റെതായ ക്യാപിറ്റൽ വേണം. എപ്പോഴും 3 to 5 lakhs ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു നല്ല രീതിയിൽ ഹെഡ്ജിങ്ങും സെല്ലിങ്ങും എല്ലാം പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു ലോട്ട് ഹെഡ്ജിങ്ങും സെല്ലിങ്ങും ബൈയിങ്ങും ഒക്കെ പരീക്ഷിക്കണമെങ്കിൽ, എല്ലാം കൂടി പരീക്ഷിക്കണമെങ്കിൽ, അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ മിനിമം 3 to 5 lakhs ക്യാപിറ്റൽ വേണം. ഇതൊരു 1 to 1.5 lakhs ക്യാപിറ്റൽ ഉള്ളവർക്ക് ഈസിലി ട്രൈ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഇതിന്റെ പ്രത്യേകത ലോസ്
കൺട്രോൾഡ് ആയിരിക്കും. നല്ല വിന്നിംഗ് റേഷ്യോ ഉണ്ട്. ഞാൻ കുറെ നാൾ ബാക്ക് ടെസ്റ്റ് ചെയ്താണ്. ഈ സെല്ലിംഗ് ലെഗ് ഉള്ളതുകൊണ്ട് ഇതിന് സക്സസ് റേഷ്യോ ഭയങ്കര കൂടുതലാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. വരുന്ന ദിവസങ്ങളിൽ ട്രേഡ് എടുത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ദിവസത്തെ നിഫ്റ്റിയുടെ പ്രീമിയത്തിന്റെ ചാർട്ടുകൾ എടുത്ത് നിങ്ങൾക്ക് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റും. ഓക്കെ, ഇത് ഞാൻ കളഞ്ഞോട്ടെ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സ്ക്രീൻ ഒന്ന് പോസ് ചെയ്ത് നിങ്ങളായിട്ട് നോട്ട് ഉണ്ടാക്കുക. സിമ്പിൾ 3 കാര്യമേ കണ്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ചെയ്തു. ഇനി ചോദ്യം ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സിമ്പിൾ ആണ്. SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 അല്ലെങ്കിൽ 30, മാക്സിമം 30 പോയിന്റ് ആണ് ഇതിന്റെ SL. ടാർഗറ്റും ഇതേപോലെ തന്നെ. അപ്പൊ ടാർഗറ്റും ഏകദേശം സെയിം 1:1 റിസ്ക് റിവാർഡ് ബെറ്റർ തുടക്കത്തിൽ കീപ്പ് ചെയ്യാം. ടാർഗറ്റ് അപ്പോൾ തന്നെയാണ് 25 അല്ലെങ്കിൽ 30 ആണ് ടാർഗറ്റ്. സോ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മൾ 1:1. ഇതിൽ ടാർഗറ്റിന് ഒരു മെച്ചമുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രയൽ SL ട്രയൽ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യേണ്ട. സ്റ്റോപ്പ് ലോസ് ആന കുത്തിയാൽ മാറാത്ത 30 പോയിന്റ് മാക്സിമം സ്റ്റോപ്പ് ലോസ്. ഈ രണ്ടിനും, കോളിനും പുട്ടിനും സെയിം സ്റ്റോപ്പ് ലോസ്. പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നു, അത് SL ആവാണെങ്കിൽ 30 പോയിന്റ്. പുട്ട് ഓപ്ഷൻ എൻ്റർ ചെയ്തു, അത് SL ആവാണെങ്കിൽ അതും 30 പോയിന്റ്. അങ്ങനെ മൊത്തം മാക്സിമം 60 പോയിന്റ് രണ്ടും SL ആയാൽ ഇതൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. സംഭവം വളരെ സിമ്പിൾ ആണ്. 2 പൊസിഷൻസ് കൊടുക്കുക. കോൾ അല്ലെങ്കിൽ പുട്ട് ഏതാ ബൈ അനുസരിച്ച് ബൈ ചെയ്യുക. അടുത്തതിൽ 135 140 താഴെ പോകുമ്പോൾ സെല് ചെയ്യുക. രണ്ടിനും സ്റ്റോപ്പ് ലോസ് എത്ര വയ്ക്കുക. തുടക്കത്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ 20-25 പോയിന്റോ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രൈ ചെയ്തോളൂ. എന്നിട്ട് പതുക്കെ 30ലേക്ക് കൂട്ടിയാൽ മതി. വേണ്ട 10 ഇട്ട് തുടങ്ങിക്കോ. ഫസ്റ്റ് ദിവസം 10 ഇടാ, സെക്കൻഡ് ദിവസം 15 സ്റ്റോപ്പ് ലോസ്, തേർഡ് ദിവസം 20 സ്റ്റോപ്പ് ലോസ്, അങ്ങനെ ഗ്രാജുവലി 30 വരെ നോക്കാം. നിഫ്റ്റിയിൽ 30 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ടാർഗറ്റ് ആണ്. അതുകൊണ്ടാണ് നിഫ്റ്റി 30 സ്റ്റോപ്പ് ലോസിൽ നിർത്താൻ പറഞ്ഞത്. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് മാക്സിമം 30, പ്രോഫിറ്റ് മിനിമം 30. അതും ആലോചിക്കുക. പ്രോഫിറ്റ് മിനിമം 30. 2 ലെഗിൽ നിന്നും മിനിമം ബുക്ക് ചെയ്യേണ്ട പ്രോഫിറ്റ് 30. സ്റ്റോപ്പ് ലോസ് 25 ആണെങ്കിൽ 25. നമുക്ക് 1:1 റിസ്ക് റിവാർഡ് മിനിമം ബുക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഹയർ ടാർഗറ്റിലേക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്തു, CE എൻ്റർ ചെയ്തു, 185 എൻ്റർ ചെയ്തു. ആ സാധനം 215 എത്രയും 30 പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 215ലേക്ക് എത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഹയർ ടാർഗറ്റിലേക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയായിരിക്കണം, ഇവിടുന്ന് ട്രയൽ ചെയ്ത് 215 സ്റ്റോപ്പ് ലോസിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇൻ കേസ് പെട്ടെന്ന് ഒരു താഴേക്ക് വന്നാലും നമുക്ക് ആ പോയിന്റ് എത്ര കിട്ടി, മിനിമം 1:1 റിസ്ക് റിവാർഡ് ആയിട്ടുള്ള 30 പോയിന്റ് ഇവിടെ കിട്ടണം. ഇതുകൊണ്ടാണ് ഞാൻ ട്രയലിംഗ് SL ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് അതനുസരിച്ച് ട്രയൽ ചെയ്യാൻ പറഞ്ഞത്. സോ മിനിമം 1:1 എങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അപ്പൊ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുമ്പോൾ അതനുസരിച്ച് ട്രയൽ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റിന്റെ കാര്യം. ഓക്കെ, രണ്ടും എക്സെപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, 2 ലെഗിലും ബൈ ചെയ്ത ലെഗിലാണെങ്കിലും സെല് ചെയ്ത ലെഗിലാണെങ്കിലും സ്റ്റോപ്പ് ലോസ് എത്രയാണ്, മാക്സിമം 30. തുടക്കക്കാര് 20, 25, 30 അങ്ങനെ പതുക്കെ കൂട്ടി കൊണ്ടുവന്നാൽ മതി. ടാർഗറ്റ് അതനുസരിച്ച് മിനിമം 1:1 എടുക്കണം. 1:1 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയർ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ മോഡിഫൈ ചെയ്ത് ആ പറയുന്ന 1:1 30 പോയിന്റ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടോളണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കുക. പിന്നെ ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടീഷൻസും നമ്മുടെ ഗ്രൂപ്പ് റൂൾസിന്റെ കണ്ടീഷൻസ് സെയിം ആണ്. അത് തന്നെ, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് കണ്ടീഷൻ സ്ട്രിക്ട് SL, ആന കുത്തിയ മാറാത്ത SL. ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് കണ്ടീഷൻ, നമ്മൾ മാക്സിമം 30 പോയിന്റ്. SL ഒരു ഡീവിയേഷൻ ഇല്ല. എപ്പോൾ 30 പോയിന്റ് ടച്ച് ചെയ്യുന്നോ അപ്പം മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തോളാം. തുടക്കക്കാർ 20 പോയിന്റ് വെച്ച് തുടങ്ങാം. മാക്സിമം പോയാൽ 30 പോയിന്റ് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ്. 1 രൂപ പോലും അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇല്ലാതെ ഒരിക്കലും ഈ സ്ട്രാറ്റജി ട്രൈ ചെയ്യരുത്. സെക്കൻഡ് തിങ്, ക്യാപിറ്റല് ഫുള്ള് യൂസ് ചെയ്യരുത്. ഇത് നമ്മളെ ട്രേഡിംഗ് പോളിസി പറഞ്ഞതാണ്. ബൈങ് ഒക്കെ ചെയ്യുമ്പോൾ അഫോർഡബിൾ ക്യാപിറ്റൽ, നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടോ അതനുസരിച്ച് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇത്തവണ 20% അല്ല, അല്പോണിയും കൂടുതൽ എടുക്കാം. സെല്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് 50% അല്ലെങ്കിൽ 60% ഒക്കെ ഉപയോഗിക്കാം. 5 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഒരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാം. ഒരിക്കലും 90-100% പോലും ഫുൾ ആക്കാൻ നിൽക്കരുത്. ബിക്കോസ് മാർജിൻ റിക്വയർമെന്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വന്നാൽ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസോ ഓർഡർ ഒന്നും പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരരുത്. മറ്റേതെങ്കിലും പൊസിഷനിൽ ഉണ്ടാവുന്ന ലോസ് ഒന്നും ഇതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. സോ ക്യാപിറ്റലിന്റെ ഫുൾ യൂട്ടിലൈസ് ചെയ്യാതെ ഡീസന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ചെയ്യാം. മൂന്നാമത്തെ റൂൾ എന്താണ്, നമ്മുടെ റൂൾ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്, റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യണം. റിസ്ക് റിവാർഡ് മസ്റ്റ് ഫോളോ 1:1 റിസ്ക് റിവാർഡ്. ഇതാണ് 3 കണ്ടീഷൻസ്. അധികം പറയാൻ നിൽക്കണ്ട. സ്റ്റോപ്പ് ലോസ് ആണ് വെരി ഇമ്പോർട്ടന്റ്. ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യരുത്. ക്യാപിറ്റൽ ഫുൾ ഉപയോഗിക്കരുത്. മൂന്നാമത്തെ പോയിന്റ്, റിസ്ക് റിവാർഡ് മിനിമം 1:1 വേണം. ഇതിന് മുകളിലേക്ക് പോകാം, താഴേക്ക് പോയത്. ടാർഗറ്റ് 1:1 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മതി. ട്രെയിൽ SL വഴി നമുക്ക് ഹയർ ടാർഗറ്റിലേക്ക് കൊണ്ടുപോകാം. ക്ലിയർ, മനസ്സിലായി വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാൻ സ്ട്രാറ്റജി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ട്രേഡ് എടുക്കുക. ട്രസ്റ്റ് മീ, ട്രേഡ് എടുക്കുക, ഒരു പ്രശ്നമില്ല. ഈ പറയുന്ന രീതിയിൽ തന്നെ ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും പോയിന്റ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം, അവർ ഗൈഡ് ചെയ്ത് തരും. ഒപ്പം നമ്മുടെ ഗ്രൂപ്പിലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ട്രേഡുകൾ എടുക്കുന്നതായിരിക്കും. നമുക്ക് ഓയിലൊക്കെ ഉണ്ട് എങ്കിലും വരും ദിവസങ്ങളിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ സ്ട്രാറ്റജി തീരെ സമയമില്ലാത്തവർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, എനിക്ക് ആകെ കണ്ണടിച്ച് ട്രേഡ് ചെയ്താൽ മതി, എനിക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനോ തലവയ്ക്കാനോ അല്ല, എൻ്റെ കുറേ പൂത്ത കാശുണ്ട്, എനിക്ക് വേറെ ഒന്നും പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം. വരുന്നു, 9:30 മുമ്പ് ഓപ്ഷൻ ചെയിൻ എടുക്കുന്നു, നിഫ്റ്റിയുടെ 150-170 ഇടയ്ക്കുള്ള കോൾ മുട്ടും ആഡ് ചെയ്യുന്നു, ജസ്റ്റ് ബൈയും സെല്ലും ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് ഇടുന്നു, കൈയായിട്ട് ഇറങ്ങാണ്ടിരിക്കുന്നു.
ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാം. കോൾ ഓപ്ഷൻ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ടാർഗറ്റ് എക്സ് ചെയ്യുക, പുട്ട് ഓപ്ഷൻ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് നോക്കാം. ലൈവ് ട്രേഡ് എടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് ലൈവ് മാർക്കറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മരണം വന്നുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു നമുക്ക് സമയം വൈകിപ്പോയി. അടുത്ത ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു ലൈവ് ട്രേഡ് എടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ ലൈവ് ട്രേഡിംഗ് ഉൾപ്പെടെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഇനി ഈ സ്ട്രാറ്റജി ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് എക്സ്പയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ്, പഴയ ദിവസത്തെ എക്സ്പയർ എടുത്ത് ഒരു ചടങ്ങാണ്. നിങ്ങൾ ഇത്തിരി സമയം എടുത്ത്, കാരണം വീഡിയോ നിൽക്കില്ല. ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ലോങ് എടുക്കും. നിങ്ങൾക്ക് പഴയ കോൺട്രാക്ടുകൾ അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറികൾ എടുത്തിട്ട് പഴയ ദിവസങ്ങളിൽ ഈ പ്രീമിയം എവിടെ വരുന്നു, പ്രീമിയം ഈ 150 റേഞ്ചിൽ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത് ഇത്തിരി ചടങ്ങാണ്. സോ അത് ഒപ്സ്ട്ര എന്ന സൈറ്റ് ഉണ്ട്, സെൻസിബിളിൽ കിട്ടും തോന്നുന്നു. ഒപ്സ്ട്ര സെൻസിബിൾ സൈറ്റുകളിലൊക്കെ പഴയ ദിവസത്തെ പ്രീമിയം എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ NSEയുടെ സൈറ്റിലും പഴയ പ്രീമിയത്തിന്റെ ഇത് കിട്ടും, അത് വെച്ച് നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് പഴയ ദിവസത്തെ ഈ പറയുന്ന ഡേ സമയം വെച്ച് നോക്കിയാൽ മതി. 9:30 മുമ്പ് എപ്പോഴാണോ എത്തുന്നത് അത് വെച്ച് നോക്കിയാൽ മതി. എനിവേ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, അത്ര ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി, കൂടുതൽ തലയൊന്നും പോയിക്കണ്ട. തിങ്കളാഴ്ച വന്ന് 9:30 ട്രേഡ് എടുക്കുക, വേറെ സംഭവമൊന്നുമില്ല. 9:25 ആകുമ്പോഴേക്കും ഓപ്ഷൻ ചെയിനിൽ നോക്കി പ്രീമിയം ഉള്ള സാധനം ആഡ് ചെയ്യുക. 9:30 കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ട്രേഡ് എടുക്കുക. സോ ഇതിന്റെ P&L എങ്ങനെ ഇരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിന്റെ P&L സ്വൈറ്റ് ബോർഡ് കഴിഞ്ഞാൽ P&L ഏകദേശം സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിഫ്റ്റിയുടെ കേസ് പറഞ്ഞാൽ, ഇപ്പം നിഫ്റ്റി 16,200 കോൾ ഓപ്ഷൻ CE ഒരു പ്ലസ് 5,000 രൂപ പ്രോഫിറ്റ്. ഇതൊരു 100 ലോട്ടിന്റെ കേസ് നോക്ക്, 100 ക്വാണ്ടിറ്റി ഇത് ബൈ ചെയ്തിരിക്കുന്നു. ബൈ ചെയ്തിരിക്കുന്ന ലെഗ് 5,000 രൂപ പ്രോഫിറ്റ്. നിഫ്റ്റി 16,000 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തതായിരിക്കട്ടോ. ഇത് സെല്ല് 100 ക്വാണ്ടിറ്റി താഴെ ആയിരിക്കും. ഇത് ഏകദേശം ഇതും ഒരു 3,000 അല്ലെങ്കിൽ 4,000 രൂപയോ പ്രോഫിറ്റ്. ഇങ്ങനെ മൊത്തം ഒരു 7,000 രൂപയൊക്കെ ആയിരിക്കും ഇതിന്റെ പ്രോഫിറ്റ്. ഞാനൊരു വൈഡ് എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. ഇത് രണ്ടും പ്രോഫിറ്റിലായിരിക്കും, ചിലപ്പോൾ ഒന്ന് ലോസും ഒന്ന് പ്രോഫിറ്റിലായിരിക്കും. എനിവേ നെറ്റ് ഈ സംഭവത്തിൽ അവസാനിക്കും. പക്ഷെ നമുക്ക് രണ്ടിനും സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് 30, ഇതിന്റെ സ്റ്റോപ്പ് ലോസ് 30. ഏതെങ്കിലും ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് കിട്ടിയതാലും ബാലൻസ് ചെയ്തിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്ക്. ഓരോ ദിവസം ചെയ്യുമ്പോൾ ഒരു 10-20 ദിവസം അടുപ്പിച്ച് ചെയ്യും. എന്നിട്ട് ആ 10-20 ദിവസം P&L നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ സ്ട്രാറ്റജിയുടെ ഗുണം. ഇത് എന്ത് കൺസെപ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഓയിൽ സ്ട്രാറ്റജി തന്നെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും രാവിലെ 10:30 മുമ്പ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഒരു നല്ല മൂവ് 80% കേസുകളിൽ കിട്ടാറുണ്ട്. ചിലപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോകും, ചിലപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിലായിരിക്കും. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 15 മിനിറ്റ് ക്യാൻഡിലാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ് ഏകദേശം എത്രയാവണത്, 9:30 ആവണത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം 15 മിനിറ്റിൽ ഏകദേശം ഓയിൽ സ്ട്രാറ്റജി ബൈയിങ്ങും സെല്ലിങ്ങും ഉൾപ്പെടെ. ഇതിന്റെ കഥയൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങൾ അധികം വഴിയെട്ടിക്കാൻ നിൽക്കുന്നില്ല. കഥയൊക്കെ പറഞ്ഞാൽ പിന്നിൽ ഒത്തിരി പോകണം. നിങ്ങൾ തന്നെ എടുത്ത് കണ്ടുപിടിക്കുക. പഴയ നിഫ്റ്റിയുടെ ഏതെങ്കിലും ചാർട്ടുകൾ എടുക്കുക, 15 മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നിഫ്റ്റി എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നോക്കുക. അത് വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സ്ട്രാറ്റജിയാണ് ഇത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലും ചെയ്യാനുണ്ട്. ബാങ്ക് നിഫ്റ്റി ചെയ്ത് ആ ഫിഗേഴ്സ് ഏത് പ്രൈസിൽ എൻ്റർ ചെയ്യണം, ടൈമിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബ്ലൈൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് വരാം. തൽക്കാലം നിഫ്റ്റിയിൽ എനിക്ക് പറയാനുള്ളത് പരീക്ഷിക്കാം. സ്വന്തം കയ്യിലെ കാശ് കൊണ്ട് പരീക്ഷിക്കുക. ആകെ ഒരു ഡിഫോൾട്ട് ഞാൻ കാണുന്നത് ചെറിയ ക്യാപിറ്റലുള്ളവർക്ക് 1 lakh താഴെ ക്യാപിറ്റലുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 1 to 1.5 ക്യാപിറ്റലുള്ളവർക്കാണ് സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പറ്റൂ. ബട്ട് അറ്റ്ലീസ്റ്റ് ട്രേഡിങ്ങിന് വരുമ്പോൾ ഇതെങ്കിലും വേണം. എന്നിട്ട് ഇത് കൈ കെട്ടിയിരുന്നാൽ അത് വേറെ ഒന്നും ചെയ്യണ്ട. തല പോയിക്കാനോ ചാർട്ട് നോക്കാനോ സപ്പോർട്ട് റെസിസ്റ്റൻസോ ഒന്നും നോക്കണ്ട. മൈൻഡ് കൂളായിരിക്കും. ഇനിയൊക്കെ കാര്യങ്ങൾ സ്വയം ചെയ്തു നോക്ക്. എന്തെങ്കിലും പോയിന്റ് ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഞാൻ അതിനൊക്കെ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ ഗ്രൂപ്പുകൾ, നിഫ്റ്റി മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇതുപോലെ നമ്മളുടെ സ്ട്രാറ്റജികൾക്ക് ലൈവ് നമുക്ക് ഒരുമിച്ച് എടുക്കാം. ഒരുമിച്ച് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം. താങ്ക്